നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു സാധാരണ പരിപാടിക്കല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും സ്വപ്നം സഫലീകരിക്കുന്ന ഒരു പദ്ധതിക്കായിട്ടാണ് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് കയറി കിടക്കാൻ ഒരു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതാണ്. അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. വീടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു 4 തൂണുകൾ മാത്രമുള്ളതല്ല വീട് എന്ന് പറയുന്നത്. വീടെന്ന് പറയുമ്പോൾ നമുക്ക് ആത്മവിശ്വാസമാണ്, നമുക്കൊരു സംരക്ഷണമാണ്, നമ്മുടെ അഭിമാനം. ഇതൊക്കെ തന്നെ നമുക്ക് പലർക്കും സാധിക്കാത്ത അവസരത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ബഡ്ജറ്റ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഭരണത്തിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഭരണസമിതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് പ്രപ്പോസലായിട്ട് വെച്ചിട്ടുള്ളത് നഗരസഭയുടെ ഭവന പദ്ധതി തന്നെയാണ്. അത് വയ്ക്കുവാനുണ്ടായിരുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഞാനടക്കം കണ്ടിരിക്കുന്ന ചെയർപേഴ്സന്മാരെല്ലാം തന്നെ ഏകദേശം 2, 3, 4, 5 തവണ കൗൺസിലർമാരായി നഗരസഭയിൽ വിജയിച്ച് പ്രവർത്തിച്ചു വന്നവർ. നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് വീട് വയ്ക്കാൻ സാധിക്കാത്ത അമ്മമാരാണ് കൂടുതൽ. കാരണം ഞങ്ങൾ കൗൺസിലർമാരായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വാടക വീട്ടിൽ നിന്ന് അവർക്ക് ഇറങ്ങേണ്ടി വരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം. നിങ്ങൾ വിചാരിക്കും, കഴിഞ്ഞ മുമ്പ് PMAY പദ്ധതി പ്രകാരം ഒരുപാട് തവണ ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ കഴിഞ്ഞ 5 വർഷം PMAY പദ്ധതി പ്രകാരം നമുക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം സ്ഥലം വാങ്ങിയ ആളുകൾക്ക് വീട് വയ്ക്കാനുള്ള തുക കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം അതിന്റെ 2ാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവയ്ക്കാത്തത് കാരണം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട മേയർ DV രാജേഷ് അവർ അദ്ദേഹം ഭരണത്തിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, 101 വാർഡുകളിലെ ആളുകളെ ഒരേപോലെ കണ്ട് ഒരേ രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഭവനം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ നമ്മുടെ ഭരണ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാവർക്കും ഭവനം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി പ്രകാരം വീടിന് പൈസ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു പദ്ധതി ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം കാരണം നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ സ്വന്തമായിട്ടൊരു ഭവന പദ്ധതി രൂപീകരിച്ചു. അതാണ് പ്രധാനമന്ത്രി ഭവന യോജന എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ഞങ്ങൾ ബഡ്ജറ്റിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഭവന യോജന പദ്ധതി പ്രകാരം ലൈഫ് പദ്ധതി പ്രകാരം സ്ഥലം വാങ്ങിയ എല്ലാ ആളുകൾക്കും നമ്മൾ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ മുഴുവൻ തുകയും ഞങ്ങൾ നൽകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള അന്ന് ഏകദേശം എല്ലാ വാർഡുകളും 101 വാർഡുകളിലെയും ഗുണഭോക്താക്കളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എല്ലാവരും കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്വന്തമായിട്ട് ഭവനം എന്നുള്ളത്. അത് യാഥാർത്ഥ്യം ആകാൻ പോകുന്നതിന്റെ ആദ്യ നിമിഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഈ 5 വർഷത്തിനുള്ളിൽ വീടില്ലാത്ത തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിലുള്ള എല്ലാ ആളുകൾക്കും വീട് വെച്ച് നൽകുക എന്നുള്ളത് തന്നെയാണ്. ഈ പരിപാടി കൂടുതൽ വിശദീകരിക്കുന്നതിനും ഒരു പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയുടെ പിതാവ് നമ്മുടെ ബഹുമാനപ്പെട്ട VV രാജേഷ് അവരെ സ്വാഗതം ചെയ്യും.
ാണ് ഇപ്പോൾ കൊടുത്തത്. പെർമിറ്റ് എടുത്ത 4 പേർക്കാണ്. ബാക്കിയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പം തരും. പെർമിറ്റ് എടുക്കാൻ നടപടികളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളണം. ഭവനരഹിതർക്ക് വസ്തു വാങ്ങുന്നതിനായി 101 വാർഡുകളിലായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ജനറൽ വിഭാഗത്തിൽ 1350 ഗുണഭോക്താക്കൾക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 497 ഗുണഭോക്താക്കൾക്കും വസ്തു വാങ്ങി നൽകിയിട്ടുള്ളതാണ്. നിലവിലെ സാമ്പത്തിക വർഷത്തിലും നഗരസഭയിൽ നിന്ന് ഭൂമി അനുവദിച്ചിട്ടുള്ളവർ PMAY ലൈഫ് ഭവന പദ്ധതി DPRൽ ഉൾപ്പെട്ടിട്ടും വിവിധ കാരണങ്ങളാൽ വസ്തു വാങ്ങിയ ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. അത്തരം ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി ആകെ 2000-ൽ പരം ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതി പ്രകാരം നമ്മൾ ഭവനം നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നത്, ധനസഹായം നൽകാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇത്തരമൊരു പദ്ധതി കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനുകളോ നടപ്പിൽ വരുത്തിയിട്ടില്ല. അതിനുള്ള ആർജവം കാണിച്ച തിരുവനന്തപുരം നഗരസഭയുടെ ബഹുമാനപ്പെട്ട മേയർ, ഡെപ്യൂട്ടി മേയർ, ഭരണസമിതി അംഗങ്ങൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു കൗൺസിലർ എന്ന രീതിയിലും തിരുവനന്തപുരം നഗരത്തിലെ ഒരു പൗരൻ എന്ന രീതിയിലും ഈ അവസരത്തിൽ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്.